എല്ലാം പരിശോധിച്ചു നോക്കുവിൻ, നല്ലവയെ മുറുകെ പിടിക്കുവിൻ. തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1 ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം. ക്രിസ്തുവിൽ എത്രയും അനുഗ്രഹിക്കപ്പെട്ടവരെ, നല്ലവയെ മുറുകെ പിടിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാം പരിശോധിച്ചറിഞ്ഞ് നന്മയെ മുറുകെ പിടിക്കുക. നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള കൃപാവരം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. നന്മയെ മുറുകെ പിടിക്കുവാനും തിന്മയെ വെറുക്കുവാനും നമുക്ക് സാധിക്കണം. പരിശോധിച്ച് അറിയുവാനുള്ള ബുദ്ധി വൈഭവം നമുക്ക് നൽകിയിട്ടുണ്ട്. തൊട്ടുനോക്കിയും രുചിച്ചറിഞ്ഞും കണ്ടും അനുഭവിച്ചും മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളുണ്ട്. എന്താണ് നന്മ, എന്താണ് തിന്മയെന്ന് നമ്മുടെ കാഴ്ചകൾ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടോടൊപ്പം ചേർക്കുമ്പോഴാണ് അനുഗ്രഹമുണ്ടാവുക. നന്മ എവിടെയും ദർശിക്കുവാൻ നമുക്ക് സാധിക്കണം. എല്ലാം വിവേചിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണല്ലോ തിരുവചനം ഓർമ്മപ്പെടുത്തുക, പിശാച് പോലും ദൈവദൂതന്മാരുടെ വേഷം ധരിക്കുമെന്ന്. എന്നാൽ അത് വിവേചിച്ചറിയുവാൻ, പരിശോധിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. നന്മയുടെ രൂപമണിഞ്ഞ് തിന്മ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം ഇത് വലിയ നന്മയാണെന്ന്. അതുകൊണ്ടാണ് പലപ്പോഴും വീഴ്ചകൾ സംഭവിക്കുക. എന്നാൽ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കണം, മനസ്സിലാക്കുവാൻ സാധിക്കണം, തിന്മയിൽ നിന്നും നന്മ വരികയില്ല. എങ്കിൽ നന്മയെ മുറുകെ പിടിച്ച് നന്മയുടെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് നന്മയുടെ മക്കളായി നമുക്ക് ജീവിക്കാൻ ഒരുങ്ങാം. ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ ദൈവമേ, നന്മ കാണുവാനും നന്മ ചിന്തിക്കുവാനും ഞങ്ങളെ ഒരുക്കണമേ. നല്ലവ ഏതാണെന്ന് പരിശോധിച്ചറിയുവാൻ, അങ്ങയോട് ചേർന്ന് നിന്നുകൊണ്ട് വിവേചിച്ചറിയുവാൻ ഞങ്ങളെ ഒരുക്കണമേ. നന്മയുടെ പാതയിലൂടെ ഞങ്ങളെ വഴി നടത്തണമേ. ആമേൻ.